ശിവഗിരിയിലെ പോലീസ് നടപടിയിൽ കെ ആന്റണി മാത്രമല്ല കുറ്റക്കാരെന്ന് ശിവഗിരി മഠം മുൻ ചീഫ് കോർഡിനേറ്റർ സുവർണകുമാർ 24നോട്. SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി കെ ഗോപിനാഥും സംഘവും കെ ആന്റണിയുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് നടപടി. കെ ഗോപിനാഥ് മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും സുവർണകുമാർ പറഞ്ഞു. ഈ ചർച്ചകൾ നമ്മുടെ കെ ആന്റണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിച്ച അസംബ്ലിയിൽ. SNDP യോഗത്തിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ഗോപിനാഥൻ, കെ ഗോപിനാഥനും ഡോക്ടർ രാഹുലിനും കൂടെ ചേർന്ന് അന്ന് നമ്മുടെ പത്മരായ വക്കീൽ അന്തരിച്ചു പോയ നമ്മുടെ എല്ലാം പഴയ എൻ്റെ കൂടെ നേതാവ് കൂടിയാണ് അദ്ദേഹം ആക്ടിംഗ് മുഖ്യമന്ത്രിയായിരുന്നാണ്. അദ്ദേഹം അന്ന് മിനിസ്ട്രിയിലുണ്ട്. അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കെ ആന്റണിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അന്ന് ആ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നത്. അതേസമയം ശിവഗിരി വിഷയത്തിൽ കെ ആന്റണിക്കെതിരെ കഴിഞ്ഞ ദിവസം കെ ഗോപിനാഥ് രംഗത്തെത്തിയിരുന്നു. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ശിവഗിരിയും മുത്തങ്ങയും ഒക്കെ വീണ്ടും ചർച്ചയാകുന്നത്. ഇന്നലെ നമ്മൾ ശിവഗിരി മഠാധിപതിയുടെ പ്രതികരണം കണ്ടു. ഇന്ന് വരുന്ന പ്രതികരണങ്ങൾ എപ്രകാരമാണ്? അനുജ, ശിവഗിരിയിലെ പോലീസ് നടപടി നേരത്തെ തന്നെ ആന്റണിയെ പഴിചാരിക്കൊണ്ടാണ് നേരത്തെ SNDP മുൻ ജനറൽ സെക്രട്ടറി കൂടിയ കെ ഗോപിനാഥ് രംഗത്ത് വന്നത്. ആന്റണിക്ക് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്, ആന്റണി ചതിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇതിനെ പൂർണ്ണമായും തള്ളുന്നതാണ് ശിവഗിരി മഠത്തിന്റെ അന്നത്തെ ചീഫ് കോർഡിനേറ്ററായ സുവർണകുമാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആന്റണിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് കെ ഗോപിനാഥും അതുപോലെ തന്നെ CV പത്മരാജനുമാണ്. ഇക്കാര്യത്തിൽ SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി കെ ഗോപിനാഥിന് കൃത്യമായ പങ്കുണ്ട്, ചില ഗൂഢലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സുവർണകുമാറിന്റെ ആരോപണം. ശാശ്വതാനന്ദ സ്വാമിയുടെ വളർച്ച തടയുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. പോലീസ് നടപടി ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. PDPയുടെ സാന്നിധ്യം പോലും കലാപമുണ്ടാക്കാനാണെന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ടാണ് ആന്റണിയെ കൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയെ തെറ്റിദ്ധരിപ്പിച്ച പോലീസ് നടപടി അത് ഒരു തീരാവേദനയായി ഇപ്പോഴും ശിവഗിരിയിൽ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്ന് ഈ ആന്റണിയെ മാത്രം ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കെ ഗോപിനാഥും അതുപോലെ തന്നെ അന്നത്തെ ചില SNDP ഭാരവാഹികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന അത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഈ ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിലേക്ക് നയിച്ചത്. അന്ന് ഒരു PDP പ്രവർത്തകനെ പോലും ശിവഗിരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തില്ല. പകരം അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യപ്പെട്ടത് ഈ SNDP സമുദായ അംഗങ്ങളും അതുപോലെ തന്നെ ശിവഗിരിയിലെ ഭക്തരും മാത്രമായിരുന്നു. തനിക്ക് നേരെയുണ്ടായ അക്രമം പോലും ഇതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ഈ ശിവഗിരി പോലീസ് നടപടി കൂടുതൽ ചർച്ചകൾക്ക് ഇതോടെ വഴിവെക്കുകയാണ്. ശരി, ശിവഗിരി വിഷയം വീണ്ടും ചർച്ചയാകുന്നു. കൂടുതൽ പ്രതികരണങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്.